ഹലോ. അപ്പോൾ ഇന്ന് കപ്പയും മുരിങ്ങയും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് കപ്പ എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുരിങ്ങ വലിച്ചു ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു അര മൂടി തേങ്ങ അരപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കണം. നല്ല ഒരു മണം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ അരച്ചെടുത്ത അരപ്പ് നമ്മളതിലോട്ട് വെന്ത് വന്ന നമ്മുടെ കപ്പയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടെ മുരിങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക് നമ്മൾ ആദ്യം കടുക് ഇട്ടു. എന്നിട്ട് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതിലോട്ട് ചെറിയുള്ളി പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചതച്ച 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മുടെ മുരിങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. മുരിങ്ങ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് വേവിച്ച് വെച്ച നമ്മുടെ കപ്പ അതിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കപ്പയും മുരിങ്ങയും വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉച്ചയൂണിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ ഞങ്ങൾ പാലക്കാടൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി എല്ലാവരും വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.